ഹലോ മക്കളെ, അഖില മിസ്സാണ്. അപ്പോൾ ഇതാ പുതിയ വർഷമായിട്ട് നമ്മുടെ സ്കൂളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതാ ആൻസർ ഷീറ്റ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണത് അല്ലേ. ഇപ്പോൾ കുറേ ആളുകൾക്കൊക്കെ വിചാരിച്ചതുപോലെ ഫുൾ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ചില സബ്ജക്റ്റിലൊക്കെ അതായത് എ ഗ്രേഡൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. എന്നാൽ വിചാരിച്ച പോലെ ഗ്രേഡ് കിട്ടാത്ത ആളുകളുണ്ടായിരിക്കും. അങ്ങനെ മുഴുവനും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റുകളിലായിട്ട് നമുക്ക് ഏറ്റക്കുറച്ചിലുകളൊക്കെ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എഴുതിയ പരീക്ഷ അതവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ 4ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇനി നമുക്ക് പ്രധാനമായിട്ട് 2 ടാസ്ക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, നമ്മൾ എല്ലാവരും ഒരേപോലെ ഫേസ് ചെയ്യുന്ന നമ്മുടെ ആനുവൽ എക്സാം ആണ് അല്ലേ. അത് മാർച്ച് മാസത്തിലായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഇനി അതിന് മുന്നേ ആയിട്ട് ഫെബ്രുവരിയിൽ നമുക്കറിയാം നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വരുവാണ് CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം അല്ലേ. പേരുൾപ്പെടെ അടിമുടി മാറ്റവുമായിട്ട് നമ്മുടെ പഴയ LSS എക്സാം ആണ് ഈ പറയുന്ന കാര്യം അല്ലേ. അപ്പോൾ ഇതിനും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. മാസങ്ങളൊന്നും പറയാനില്ല, ദിവസങ്ങൾ എണ്ണാവുന്ന അത്രയ്ക്ക് ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അല്ലേ. അപ്പോൾ ഇത് കാണുന്ന കുട്ടികളോടും കുട്ടികളുടെ തന്നെ പാരൻസിനോടും ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ സ്കോളർഷിപ്പ് എക്സാമിനും നമ്മുടെ ആനുവൽ എക്സാമിനും ഒക്കെ തയ്യാറെടുക്കുന്നത്. നമുക്കറിയാം ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാനുണ്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഈ സ്കോളർഷിപ്പ് എക്സാം ആണെങ്കിലും ശരി, ആനുവൽ എക്സാം ആണെങ്കിലും ശരി, ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ 1ാമത്തെ ചാപ്റ്റർ മുതൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ള കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ സ്വന്തം പ്രാണ ബാച്ച് എൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പേര് പോലെ തന്നെ കംപ്ലീറ്റ് റിവിഷൻ ബാച്ച് ആണ്. അതായത് ഈ പറഞ്ഞ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും തുടക്കം മുതലുള്ള ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ നിങ്ങൾക്ക് കിട്ടുവാണ്. നിങ്ങൾ അറിയാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ, മറന്നുപോയ കാര്യങ്ങളെല്ലാം നമ്മൾ റിവൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടത്തിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഈ പറയുന്ന യൂണിറ്റ് ടെസ്റ്റുകളായിക്കോട്ടെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ആയിക്കോട്ടെ, ആൻസർ കീ ഡിസ്കഷൻസ് ആയിക്കോട്ടെ, ഡൗട്ട് ക്ലിയറൻസ് ആയിക്കോട്ടെ, അതെല്ലാം അടങ്ങുന്ന ഒരു ഫുൾ പാക്കേജാണ് നമ്മുടെ പ്രാണ എൻ ഗെയിം ബാച്ച്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ വർഷമൊക്കെയാണ് അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓഫർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഇതാ നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ NY15 എന്ന് പറയുന്ന നമ്മുടെ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ 15% ഓഫോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രാണ എൻ ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാം അല്ലേ. അതോടൊപ്പം തന്നെ മക്കൾക്കായിട്ട് മറ്റൊരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. അതായത് നമുക്കറിയാം, നമുക്കൊരു സ്മാർട്ട് വാച്ച് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആവും അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കുന്ന ഏറ്റവും ലക്കി ആയിട്ടുള്ള 5 പേർക്ക് നമ്മളിതാ ഒരു സ്മാർട്ട് വാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനും നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ജനുവരി 10-ാം തീയതി മാത്രമേ ഈ ഓഫറും ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മുടെ പ്രാണ എൻ ഗെയിം ബാച്ചിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം ആയിക്കോട്ടെ, ആനുവൽ എക്സാം ആയിക്കോട്ടെ, അതൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചെഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇതാ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ ചേരുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സോ നമ്മുടെ ബാച്ചിൽ കാണാം. ബൈ.